എല്ലാ ശാലോം രവി പ്രേക്ഷകർക്കും സബലം ഈ ജീവിതം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും കേരള ഭരണ സംവിധാനത്തിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത റിട്ടയർഡ് IAS ഓഫീസറായ ജോൺ മത്തായി സാറാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമസ്കാരം സാർ. താങ്ക് യു സാർ. 1971 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ആദ്യം തന്നെ തലശ്ശേരിയുടെ സബ് കളക്ടർ, അതിനുശേഷം കോട്ടയത്തിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടർ, അതിനുശേഷം വിവിധ വകുപ്പുകളുടെ തലവനായിട്ട് വന്നു. അതിനുശേഷം ഏറ്റവും അവസാനം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. അപ്പോൾ അങ്ങനെ ഒരു IAS ഉദ്യോഗസ്ഥന് എത്തിപ്പെടാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും ഒരു റീജിയണൽ ലെവലിൽ ചീഫ് സെക്രട്ടറി വരെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വരെ സാറെത്തി. സാറിൻ്റെ ഈ ഒരു കരിയറിൻ്റെ ഈ ഗ്രോത്തിനെ, ഈ 35 വർഷത്തെ ഈ ഒരു കരിയർ ലൈഫിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? IAS എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയറായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ് ICS. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് സ്വതന്ത്ര ഭാരതം ഈ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെ കൊണ്ടുവന്നത്. ഇപ്പോഴും ജനങ്ങൾക്ക് ഈ ഭരണ സംവിധാനത്തിൽ വളരെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് IASലെ ഒരു മെമ്പറായിട്ടിരിക്കുക, അത് 35 കൊല്ലം സെർവ് ചെയ്യുക, സംസ്ഥാന ഗവൺമെൻറ്റിലും സെർവ് ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ്റിലും സെർവ് ചെയ്തു. അത് എന്നിട്ട് ഒരു IAS ഉദ്യോഗസ്ഥന് എത്താവുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി. അല്ലെങ്കിൽ കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സെക്രട്ടറി. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും എംപാനൽ ചെയ്യപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഡൽഹിയിൽ പോയി അവസാന കാലങ്ങളിൽ സെർവ് ചെയ്യുന്നതിന് താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ തുടർന്ന് ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ തുടർന്നത്. അതുകൊണ്ട് ഈ സർവീസിലെ ഈ 35 കൊല്ലത്തെ സേവനം വളരെ ചരിതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. സാർ കോട്ടയത്തായിരുന്നപ്പം ഏറ്റവും മികച്ച കളക്ടർ എന്നുള്ള പദവിയൊക്കെ സാറിന് ലഭിക്കുകയുണ്ടായി. അന്ന് പത്രത്തിലൊക്കെ വലിയ വാർത്തയൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പം അതെങ്ങനെയായിരുന്നു സാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ എന്ത് പ്രവർത്തന ശൈലിയാണ് സാറ് ആ സമയത്ത് സ്വീകരിച്ചിരുന്നത്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് സർവീസ് നൽകേണ്ട വ്യക്തിയാണ് എന്നുള്ള വിശ്വാസം എനിക്ക് ആദ്യം മുതലേ ഉള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഗവൺമെൻറ് ഓഫീസിലായാലും ക്യാമ്പ് ഓഫീസിലായാലും ഏത് സമയത്തും ആർക്കും വന്ന് കാണാവുന്ന ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചത്. ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലൊക്കെ സന്ദർശന സമയം 3 മുതൽ 4 വരെ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണാറുണ്ട്. ആ ഒരു സമീപനത്തോട് എനിക്കിഷ്ടമില്ല. കാരണം ജനങ്ങൾ പല ഭാഗത്തുനിന്നും വളരെ ബന്ധപ്പെട്ടാണ് നമ്മുടെ കാണുന്നതിന് വേണ്ടി, അവരുടെ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് എത്രയും വേഗത്തിൽ അവർക്ക് നമ്മളെ കാണുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അത് ICSൻ്റെ ചട്ടക്കൂട് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ IAS വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കണം എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എപ്പോഴും എന്നെ വന്ന് കാണാം എന്നുള്ള ഒരു സമീപനമുള്ള ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ എന്നെ അങ്ങനെ അസസ് ചെയ്ത്, പ്രത്യേകിച്ച് മീഡിയ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെന്നെ അസസ് ചെയ്തതെന്നാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത്. അപ്പോൾ ബ്യൂറോക്രസിയും പൊതുജനങ്ങളും തമ്മിലുള്ള ആ ഒരു അകലം കുറയ്ക്കാനായിട്ട് സാറ് പരിശ്രമിച്ചു എന്നുള്ളതാണല്ലേ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്കവാറും ആളുകൾ പറയുന്നത് ഏറ്റവും ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിലാണ് എന്നെ കണ്ടിട്ടുള്ളത്. ആ ഒരു ബഹുമതിയാണ് ഏറ്റവും പ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും ചട്ടക്കൂടുകളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും കാര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവില്ല. അവർ റൂളും ചട്ടവും നോക്കി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യത്തിനും പരാതിയും അതുപോലെ തന്നെ ഇപ്പോൾ മീഡിയയുടെ ഉള്ള എക്സ്പോഷറും എല്ലാം ഉള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരിപ്പം വളരെ കെയർഫുള്ളായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എടുക്കുന്നതും. ആ ഒരു സമീപനം ഒരു പക്ഷേ ഈ സഹാനുഭൂതിയോടുകൂടിയുള്ള ഭരണം നടത്തുന്നതിന് നമ്മളെ സഹായിക്കില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. പഴയ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ കുറവല്ലായിരുന്നു. ഈ ഒരു 80കളിലൊക്കെ സാറിനെ നമ്മളെ സംബന്ധിച്ചോളം ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പുറകെ മീഡിയ നടക്കുന്ന ഒരു പ്രവണതയൊന്നുമില്ല. ചാനലുകളുടെ ഇടപെടലുകളൊക്കെ കുറവായിരുന്ന ഒരു സമയത്ത് പോലും സാർ ആ ലെവലിലുള്ള സർവീസായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതെ അതെ, ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നതോടുകൂടി എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പാലിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ
അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു പെറ്റീഷൻ കൈകാര്യം ചെയ്യുന്നു, എത്ര പേര് അപേക്ഷിച്ചു, അവരുടെ എല്ലാം നമ്മൾ കുലങ്കഷമായിട്ട് താരതമ്യം നടത്തിയിട്ടാണോ ഒരു തീരുമാനം എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ കുറേ കൂടെ കെയർഫുള്ളായിട്ട് പെരുമാറിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് നമുക്ക് നീതിയിൽ അധിഷ്ഠിതമായും സത്യസന്ധമായിട്ടും മെറിറ്റിൽ പ്രകാരം ഒരാൾക്ക് കിട്ടേണ്ടതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരുപക്ഷെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചിലപ്പോൾ കോർണേഴ്സ് കട്ട് ചെയ്യുക എന്ന് പറയും. അന്ന് അങ്ങനെ നടപടികളെടുത്ത് ആളുകളെ സഹായിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഓർക്കുകയാണ്, കോട്ടയത്ത് കളക്ടറായിരുന്നപ്പോൾ അന്ന് സിമെൻറ്റിന് വളരെ ക്ഷാമമുള്ള കാലമാണ്. അപ്പം സിമെൻറ്റ് സത്യം പറഞ്ഞാൽ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ക്യൂ പ്രകാരം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അന്ന് കളക്ടറും അന്ന് ADM-ഉം ഒക്കെയാണ് സിമെൻറ്റ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ വളരെ അത്യാവശ്യമായിട്ട് ഉദാഹരണത്തിന് ഒരു ആദിവാസി അയാളുടെ വീട് വീണുപോയി, അയാൾക്ക് സിമെൻറ്റ് വേണം. അല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല ഇടിഞ്ഞു പോയി, പെട്ടെന്ന് സിമെൻറ്റ് വേണം. അവർ ക്യൂവിൽ നിന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു അനീതിയായിരിക്കും. അതുകൊണ്ട് ഭരണമെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ അതിനകത്ത് നീതിപൂർവമായിട്ടുള്ള ഒരു വിവേചനവും ഒരു ചേരിതിരിവും പല സന്ദർഭങ്ങളിലും വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി സന്ദർഭം, ഉദാഹരണത്തിന് അങ്ങനെ ഒരു ആദിവാസിയുടെ വീട് ഇടിഞ്ഞു വീണു, അയാൾക്ക് 5 ചാക്ക് സിമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അയാൾ അപേക്ഷിച്ചിട്ടില്ല, അയാൾ ക്യൂവിൽ നിൽക്കുന്നില്ല, അയാൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ കളക്ടർ അത് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചെയ്താൽ അതൊരു നല്ല കാര്യമായിട്ട് അന്ന് ആളുകൾ എടുക്കുകയുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ക്യൂ തെറ്റിച്ച് എത്ര പേർക്ക് കൊടുത്തു? അപ്പോൾ ഉടനെ തന്നെ അതൊരു പരാതിയായിട്ട് മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ മീഡിയയിൽ വരികയോ ചെയ്താൽ അത് പല വിധത്തിൽ അത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഈ റെഡ് ടൈപ്പിസം എന്നോട് പണ്ട് മുതൽ കേൾക്കുന്ന ഒരു ഫിനോമിനാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നു, അതിനുശേഷം അത് പദ്ധതികളായിട്ട് പ്രോജക്റ്റുകളായിട്ട് ജനങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ കാലതാമസം അതിപ്പോഴും അതേപോലെ തുടരുന്നുണ്ടെന്നാണോ, അതോ അതിൽ നിന്ന് ഈ ടെക്നോളജിയുടെയൊക്കെ ഡെവലപ്മെൻറ്റ് വഴി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണോ സാറിൻ്റെ ഒരു വിലയിരുത്തൽ? എങ്ങനെയാണ് റെഡ് ടൈപ്പിസം ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് റെഡ് ടൈപ്പിസത്തിന് 2-3 കാരണങ്ങൾ. ഒന്ന്, അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് എന്തെങ്കിലും എക്സ്ട്രാ ഗ്രാറ്റിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കാം. അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും മുടന്തൻ നയങ്ങൾ കണ്ടുപിടിക്കും, അതിന് കൊറീസ് ഇട്ടിട്ട് അത് വെച്ച് താമസിപ്പിക്കാം. അത് വളരെ മോശപ്പെട്ട ഒരു നടപടിയാണ്. അത് റെഡ് ടൈപ്പിസം എന്ന് പണ്ട് കാലത്ത് ഉദ്ദേശിച്ചിരുന്നത് അതാണ്. പിന്നെ രണ്ടാമത്, പ്രൊസീജിയർ പ്രകാരം നീങ്ങണം. ഉദാഹരണത്തിന് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നിയമവകുപ്പിനെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പണം അലോട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ബഡ്ജറ്റ് വകുപ്പിനെ കൺസൾട്ട് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ പല തട്ടുകളിൽ ഇത് പരിശോധന നടക്കുമ്പോഴുണ്ടാകുന്ന കാലതാമസം അത് സ്വാഭാവികമാണ്. അതിനെ നമുക്കൊരു തെറ്റായ ഒരു ഡിലേ ആണ് അല്ലെങ്കിൽ താമസമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അതേസമയം മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ റെഡ് ടൈപ്പിസം. അത് ഉണ്ട്, നമ്മുടെ ഭരണത്തിലുണ്ട്, മറ്റേ വിധത്തിലുമുണ്ട്. കാരണം പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് തലത്തിലൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിവിധ വകുപ്പുകളും വിവിധ മന്ത്രിമാരും ആ ഒരു വിഷയം കണ്ടിരിക്കണം. സർ, 1970-കളിലൊക്കെ IAS-ലേക്കൊക്കെ അധികം ആളുകൾ കേരളത്തിൽ നിന്നൊന്നും പോകാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ സാമുദായികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും അധികം ആളുകൾ IAS-ലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാറിന് എന്തായിരുന്നു IAS സ്വപ്നം കാണാനും അതിലേക്ക് എത്താനുള്ള സാഹചര്യം? ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനമാണോ, അല്ലെങ്കിൽ അതിനുള്ള ഓറിയൻറ്റേഷൻ സാറിന് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അക്കാഡമിക്കായിട്ട് വളരെ നല്ല രീതിയിൽ എനിക്ക് മാർക്കുകൾ കിട്ടുകയും അക്കാഡമിക്കായിട്ട് വളരെ ഉയർന്ന നിലയിലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് മെഴുവേലി പത്മനാഭോദയം ഹൈസ്കൂൾ എന്ന് പറയുന്നത് SNDP യൂണിയൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു നല്ല സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ അധ്യാപകർ തന്നെ ക്ലാസ്സിൽ ഒന്നാമനായിരുന്നത് കൊണ്ട് ഉയർന്ന രീതിയിൽ പഠിക്കണം, IAS പോലുള്ള പരീക്ഷയ്ക്ക് ശ്രമിക്കണം എന്നുള്ള ഒരു ഉത്തേജനം അന്ന് തരുമായിരുന്നു. അന്ന് SLC-ക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. കേരളത്തിൽ തന്നെ ആകെ 10,000, 20,000, 30,000 കുട്ടികൾ എഴുതിയാൽ ഒരു 2,000 പേർക്കോ ഒക്കെ അന്ന് ഫസ്റ്റ് ക്ലാസ് ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60% മാർക്കാണ്. ഇന്നിപ്പോൾ അതല്ല, A ഗ്രേഡ് കിട്ടുന്നത് ഒത്തിരി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മെഴുവേലി സ്കൂളിൽ നിന്ന് ഞങ്ങൾ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ക്ലാസ് കിട്ടി SLC പാസ്സായത്. അന്ന് തന്നെ ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ മാധവൻ സാറ്, പിന്നെ ക്ലാസ് ടീച്ചർ ഗംഗാധരൻ സാറ്, ഇതുപോലുള്ള സാറുമാരൊക്കെ ഈ IAS-ന് എഴുതണം എന്നുള്ളൊരു പ്രോത്സാഹനം അന്ന് തരുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മാറിവാനീസി വന്നപ്പോൾ മാറിവാനീസിലാണ് പ്രീ യൂണിവേഴ്സിറ്റി ചെയ്തത്.
അവിടെ വെച്ച് തന്നെ അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനായിരുന്നു അവിടെ ബർസാർ ഫാദർ ജോർജ് മലഞ്ചേരിയിൽ. ഫാദർ ഗീവറീസ് പണിക്കരായിരുന്നു പ്രിൻസിപ്പൾ. അപ്പോൾ അച്ഛനും ജ്യേഷ്ഠനും എല്ലാം പരീക്ഷയ്ക്ക് എഴുതാൻ തയ്യാറാകണം എന്ന് ഒരു ഉപദേശം നൽകിയിരുന്നു. അന്ന് മാരിവാനീസിൽ നിന്ന് കുറേ പേര് പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടായിരുന്നു. എൻ്റെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ കുറേ പേര് എഴുതി പരീക്ഷ ജയിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മാതൃകയായിട്ട് കണ്ടിട്ടാണ് അന്ന് ഇത് എഴുതണമെന്നൊരു തോന്നലുണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയർ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗിലാണ്. ഞാൻ അവിടെയാണ് 5 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ആയിരുന്നു അന്ന്. അപ്പോൾ RECയിൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്തും IASന് പരീക്ഷ എഴുതണം എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്ട്രാ ബുക്സ് വായിക്കുകയും അതുപോലെ തന്നെ അവിടെ യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ, അന്ന് രാഷ്ട്രീയ യൂണിയനല്ല, കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള യൂണിയനിൽ ഞാൻ അവിടെ യൂണിയൻ ചെയർമാനായിരുന്നു. യൂണിയൻ ചെയർമാനായിരുന്നതുകൊണ്ട് എനിക്ക് അധ്യാപകരുമായിട്ട് പ്രിൻസിപ്പളുമായിട്ടൊക്കെ ഇടപെടാനും അവിടുത്തെ പ്രസംഗങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു ട്രെയിനിങ് ഒക്കെ അന്ന് കിട്ടി. ഇതെല്ലാം പരീക്ഷ എഴുതുന്നതിന് ഒരു ഉത്തേജനമായിരുന്നു. അതുകൊണ്ട് ആദ്യമേ മുതൽ തന്നെ ഇത് എഴുതണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. സാറിൻ്റെ കോളേജ് ലൈഫിൻ്റെ മധുരമുള്ള ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിക്ക് മാറിവാനീസിന് കഴിഞ്ഞ ഉടനെ എനിക്ക് മെഡിക്കൽ എൻട്രൻസിനും എഞ്ചിനീയറിംഗ് എൻട്രൻസിനും അന്ന് രണ്ടിനും ചേരായിരുന്നു. അന്ന് പ്രത്യേകിച്ച് പരീക്ഷയില്ല, ഇന്നത്തെ പോലെ എൻട്രൻസ് പരീക്ഷയില്ല, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പ്രീ യൂണിവേഴ്സിറ്റിക്ക് നല്ല മാർക്ക് കിട്ടി. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിൽ സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് എന്ന് പറയുന്നത് അവിടെ 50% കുട്ടികൾ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ നല്ലൊരു നാഷണൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നല്ലത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജാണ് എന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഫാദർ ജോർജ് മലഞ്ചേരിയിൽ പറഞ്ഞതുകൊണ്ട് അവിടെ ഇൻ്റർവ്യൂവിന് പോവുകയും അവിടെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അത് അന്ന് കോഴിക്കോട്ട് നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെ ചാത്തമംഗലം എന്ന് പറഞ്ഞ മുക്കം റൂട്ടിലാണ് അന്ന് കോളേജ് അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരത്തെ അത് വെസ്റ്റ് ഹില്ലിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മുക്കത്തേക്ക് ക്യാമ്പസ് മാറ്റിയ കൊല്ലമാണ് ഞങ്ങൾ ചെല്ലുന്നത്. അന്ന് വളരെയേറെ അസൗകര്യമായിരുന്നു. കുട്ടികൾക്ക് ഹോസ്റ്റലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ക്ലാസ് 4 സർവൻസിൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തിരുന്നത്. അവിടെ പഠിച്ച് വരുമ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് 50%. കാശ്മീർ മുതൽ അങ്ങ് കൽക്കട്ട, UP, ബോംബെ, കർണാടക, ആന്ധ്ര, ഇവിടുന്ന് എല്ലാം ഉള്ള കുട്ടികളുണ്ട്. ഒരു മൾട്ടി കൾച്ചറൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് വളരെ പ്രാവീണ്യം ഉണ്ടാവും. അതായത് നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കോളേജിൽ. അപ്പം 4th ഇയറിൽ ആകെ 5 വർഷമാണ് കോഴ്സ്. 4th ഇയറിൽ ഞാൻ ഇലക്ഷന് നിൽക്കുകയും മത്സരിക്കുകയും അപ്പോൾ അവിടെ അന്ന് ഞാൻ യൂണിയൻ ചെയർമാൻ ആവുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. 4 സഹോദരിമാർ, സിസ്റ്റേഴ്സ്, 3 വൈദികർ, അതിൽ തന്നെ അഭിവന്ധ്യ സിറിൽ മാർ ബസേലിയോസ് പിതാവ് സാറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. സാറിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം ഒന്ന് വിശദമാക്കാമോ? ഞങ്ങളുടെ കുടുംബം ഉള്ളന്നൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ്. ഉള്ളന്നൂർ ആലപ്പുഴ ജില്ലയിലായിരുന്നു, ഇപ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലാണ്. ഒരു സാധാരണ നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമമാണ്. അവിടെ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ ഇടവക പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ് അവിടുത്തെ സോഷ്യൽ ലൈഫ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ പള്ളിയുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ എല്ലാം. അപ്പോൾ 11 പേരിലുള്ളതിൽ മൂത്ത എൻ്റെ സിസ്റ്റർ, അദ്ദേഹം വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയി, 2-2.5 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ബാക്കിയുള്ള 10 പേരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ ഞാനാണ് ഏറ്റവും ഇളയ ആൾ. അപ്പോൾ സിറിൽ തിരുമേനിയാണ് നടുവിലുള്ള ആൾ. അപ്പോൾ ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുക, സൺഡേ സ്കൂള്. അച്ഛന്മാരവിടെ താമസമില്ല, അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും അവിടെ കുർബാന ഉണ്ടാവില്ല. അച്ഛന്മാർ ദൂരെ നിന്ന് വരികയാണ്. ഈ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാറിവാനിയോസ് തിരുമേനി ബദനി മെത്രാപ്പോലിത്ത ആയിരുന്നപ്പോൾ അദ്ദേഹം 1928 തുടങ്ങിയ ഒരു പള്ളിയാണ്. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് 20 പള്ളികൾ, ബദനി പള്ളികൾ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് സ്ഥാപിച്ചു. അത് ഓർത്തഡോക്സിലെ മെത്രാപ്പോലിത്ത ആയിരുന്ന സമയത്താണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്. അതിനുശേഷം 1930 സെപ്റ്റംബർ 20 അദ്ദേഹം കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യപ്പെടുന്നത്. ആ സമയത്ത് ഈ ബദനി പള്ളികൾ മിക്കവാറും എല്ലാം കത്തോലിക്ക സഭയുമായിട്ട് മലങ്കര കത്തോലിക്ക സഭയിലെ ഭാഗമായിട്ട് മാറി. അങ്ങനെ ഞങ്ങളുടെ ഉള്ളന്നൂർ പള്ളിയും മലങ്കര സഭയുടെ ഭാഗമായിട്ട് മാറി.
അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോവുക ഈ ചെറുപ്പകാലത്ത് ഒരു വലിയ അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഒന്നിച്ചു കൂടാനും ഒന്ന് ഇടപഴകാനുമുള്ള ഒരു സന്ദർഭം അതായിരുന്നു. 100 വീട്ടുകാരുള്ള ഒരു വലിയ ഒരു ഇടവകയാണ് ഞങ്ങളുടേത്. അപ്പം ചെറുപ്പകാലത്ത് ഈ നോയമ്പ് കാലം, പ്രത്യേകിച്ച് പള്ളി പെരുന്നാൾ, കൺവെൻഷൻ നടക്കുന്ന സന്ദർഭം, ഇതൊക്കെ വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പകാലത്തെ ഓർമ്മകൾ പ്രത്യേകിച്ച് പള്ളിയുമായിട്ടും ഇടവകയുമായിട്ടും പള്ളിക്കൂടവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളാണ് കൂടുതലുള്ളത്. അൾത്താര ബാലനായിട്ട് സേവനം ചെയ്തതായിട്ട് സാർ സൂചിപ്പിച്ചിരുന്നായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യം അൾത്താര ബാലന്മാരായിട്ട് വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുള്ളവരാണ്. അതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ വലുതായിപ്പോഴും ചില സന്ദർഭങ്ങളിൽ ഈ മറ്റ് സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഡൽഹിയിലോ പൂനെയിലോ ബോംബെയിലോ ഒക്കെ പോകുമ്പോഴേ നമുക്ക് അച്ഛന്മാർ കുർബാനയ്ക്ക് സഹായികളില്ലാതെ വരുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും അത് അൾത്താര സഹായികളായിട്ട് പ്രവർത്തിക്കും. പഴയ ഓർമ്മയിൽ സാറിൻ്റെ ഫോർമേഷനിൽ ആ അൾത്താര ബാല സംഘത്തിൽ പ്രവർത്തിച്ചതും കുർബാനയിൽ പങ്കെടുത്തതും എല്ലാം ജീവിതത്തിൽ ഉടനീളം ഒരു അനുഭവമായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതെ 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 വലിയൊരു അനുഭവമാണത്. ഇത്രയേറെ ദൈവവിളികളുള്ള ഒരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ അമ്മയ്ക്കും പിതാവിനും ഒക്കെ ഒരു വലിയ പങ്ക് ആ കുടുംബത്തിൻ്റെ ഈ ദൈവവിളികളിലെല്ലാം ഉണ്ടാവാനുള്ള വളരെയേറെ സാധ്യതയുണ്ട്. എങ്ങനെയായിരുന്നു ഒരു ആത്മീയ അന്തരീക്ഷം കുടുംബത്തിൽ? എൻ്റെ അപ്പച്ചൻ ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു. അന്നത്തെ കാലത്ത് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശത്തെ വലിയ ഒരു പ്രമാണിയാണ്. അപ്പോൾ അദ്ദേഹം മാറിവാനിയോസ് തിരുമേനിയുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഓർത്തഡോക്സ് സഭയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ മാറിവാനിയോസ് തിരുമേനിയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലവനായിരുന്നു എൻ്റെ അപ്പച്ചൻ. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു, ഒരു വാഗ്മിയായിരുന്നു. അപ്പോൾ മാറിവാനിയോസ് തിരുമേനി ഈ പുനരയിക്കപ്പെട്ട് കത്തോലിക്ക സഭയിൽ 1930 വരുമ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അപ്പച്ചൻ മാറിവാനിയോസ് തിരുമേനിയോട് ആദ്യത്തെ ബാച്ചിൽ കത്തോലിക്ക സഭയിൽ ചേരാൻ വിസമ്മതിച്ചു. എന്നാൽ മാറിവാനിയോസ് തിരുമേനി ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ വരികയും ഞങ്ങളുടെ വീട്ടിൽ വരികയും അപ്പച്ചനെ നിർബന്ധമായിട്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാറിൽ കൊണ്ടുവരികയും ഇവിടെ ജോലി രാജിവെച്ചിട്ട് ഇവിടെ എൻ്റെ കൂടെ പ്രവർത്തിക്കണമെന്ന് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അപ്പച്ചൻ മാറിവാനിയോസ് തിരുമേനിയുടെ മുക്തിയാറായിട്ട്, സർവ്വമുക്തിയാറായിട്ട് തിരുവനന്തപുരത്ത് കുറേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ 1930 മുതൽ അങ്ങനെ സഭയുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പച്ചൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ ബോർഡിങ്ങിലൊക്കെ വിട്ട് പഠിപ്പിച്ചിരുന്നത്. എൻ്റെ മൂത്ത ബ്രദർ ഫാദർ ജോർജ് മലഞ്ചെരുവിൽ കറ്റാണം പോപ്പയസ് സ്കൂളിലെ ബോർഡിങ്ങിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിലെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ അപ്പച്ചൻ്റെ സ്വാധീനവും ഈ സഭയുമായിട്ടുള്ള ഐക്യവും എല്ലാം കൊണ്ട് അദ്ദേഹം അച്ഛനാവണം തീരുമാനിക്കുകയും ഈ മംഗലാപുരത്ത് സെമിനാരിയിൽ പഠിച്ച് അച്ഛനാവുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ജോറച്ചൻ്റെ നേരെ ഇളയാൾ ഫാദർ മത്തായി മലഞ്ചെരുവിൽ അദ്ദേഹം ഇതുപോലെ തന്നെ അച്ഛനാവാൻ തീരുമാനിക്കുകയും മംഗലാപുരത്ത് പഠിച്ച് അച്ഛനാവുകയും ചെയ്തു. അദ്ദേഹം പിന്നെ ഇവിടെ ജോറച്ചൻ മാറിവാനിയോസിലെ ബർസാറായിരുന്നു വർഷങ്ങളോളം. അത് കഴിഞ്ഞ് മാറിവാനിയോസ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. മത്തായച്ചനാണെങ്കിൽ ഇവിടുത്തെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്തെ വലിയ ഒരു കാര്യങ്ങൾ നോക്കുന്ന ആളായിരുന്നു. സൺഡേ സ്കൂൾ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പാസ്റ്ററൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഉപദേശിമാർക്ക് വേണ്ടി ഒരു സെൻറ്റർ സ്ഥാപിച്ച് അതിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു. ഈ മൂത്ത 2 ജ്യേഷ്ഠന്മാരും വൈദികരായ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിൽ ഒരു ദൈവവിളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സിസ്റ്റേഴ്സാണ്. അവരും കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ കോൺവെൻറ്റിൽ പഠിച്ചതിന് ശേഷം അവരും സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകളാകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ 2 സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകളാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ ഒരു ദൈവാശ്രയത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? അമ്മയുടെ സ്വാധീനം എത്രമാത്രം? വലിയ കുടുംബമായിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ മക്കളെ എല്ലാം വളർത്തിക്കൊണ്ട് വരുന്നതിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കും. അത് സന്ധ്യാപ്രാർത്ഥന, ജപമാല, ഇതൊക്കെ വളരെ കർക്കശമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളായിരുന്നു ഞങ്ങളൊക്കെ തന്നെ അതിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് ആ ഓർമ്മ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.